സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ സീറ്റ് ക്രമീകരണത്തിൽ വ്യാപകമായ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വലിയ ശതമാനം ടൂറിസ്റ്റ് ബസ്സുകളിലും പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. എന്നാൽ നികുതി കൃത്യമായി അടയ്ക്കാതെയാണ് ഇതിൽ മിക്കവയും നിരത്തിലിറങ്ങുന്നത്. ഉദാഹരണമായി 49 സീറ്റുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സിന് ഓരോ 3 മാസം കൂടുമ്പോഴും പുഷ് ബാക്ക് സീറ്റിന് വേണ്ടി മാത്രം സീറ്റൊന്നിന് 1000 രൂപ വീതം 49,000 രൂപ നികുതി അടയ്ക്കണം. അതേസമയം നോൺ പുഷ് ബാക്ക് സീറ്റ് ബസ് ഒന്നിന് സീറ്റൊന്നിന് 750 രൂപ വീതം 36,750 രൂപ മാത്രം അടച്ചാൽ മതി. അതായത് ഓരോ 3 മാസവും 12,280 രൂപയുടെ വ്യത്യാസമുണ്ട് ഇവ തമ്മിൽ. തുകയിലെ ഈ വ്യത്യാസമാണ് സീറ്റുകളിൽ കൃത്രിമം കാണിച്ച് നികുതി വെട്ടിക്കുവാൻ ടൂറിസ്റ്റ് ബസ് ഉടമകളെ പ്രേരിപ്പിക്കുന്നത്. പരിശോധന ഒഴിവാക്കുവാൻ ഊരി മാറ്റാവുന്ന ലിവർ ഘടിപ്പിച്ചാണ് നോൺ പുഷ് ബാക്ക് സീറ്റ് വണ്ടിയെന്ന് കാണിച്ച് ഒരു വിഭാഗം ബസ് ഉടമകൾ വെട്ടിപ്പ് നടത്തുന്നത്. സീറ്റിനോട് ചേർന്ന് പ്രത്യേകം ഘടിപ്പിക്കുന്ന ലിവർ പിന്നിലേക്ക് അമർത്തിയാൽ സീറ്റ് പുഷ് ബാക്കായി മാറും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന സമയങ്ങളിൽ ഇവ ഊരി മാറ്റുകയോ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പുഷ് ബാക്ക് സീറ്റ് എന്നത് ഒഴിവാക്കുകയോ ചെയ്യുമെന്ന് ബസ് ഉടമകൾ സമ്മതിക്കുന്നു. എന്നാൽ പരിശോധനകളിൽ പിടിക്കപ്പെട്ടാൽ ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്നിത് ഓർഡിനറി സീറ്റാക്കിയോ അന്ന് മുതലുള്ള ടാക്സ് നമ്മൾ കളക്ട് ചെയ്യും. സീറ്റുകളിൽ കൃത്രിമം കാണിച്ച് ഭൂരിഭാഗം ബസ്സുടമകളും നികുതി വെട്ടിച്ച് ലാഭമുണ്ടാക്കുമ്പോൾ പുഷ് ബാക്ക് സീറ്റിനത്തിൽ കൃത്യമായി നികുതി അടയ്ക്കുന്ന ബസ്സുടമകൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഏറെ വലുതാണ്. സർക്കാർ ഖജനാവിലെത്തേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഈ രീതിയിൽ നികുതി വെട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത്. പഴുതടച്ചുള്ള പരിശോധനയിലൂടെ മാത്രമേ ഇതിന് തടയിടുവാൻ കഴിയൂ. അഭിലാഷ് ചിറക്കടവിനോടൊപ്പം തിരുവല്ലയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി.